ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് ഐഷു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ കോവിഡൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഒരു മോയ്സ്ചറൈസറാണ്. ഇതിപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ സ്കിന്നാണ്. അങ്ങനെ ഡ്രൈനെസ്സും അങ്ങനെ വരാറില്ല, അതുപോലെ അങ്ങനെ ഓയിലി ആവാറില്ല, അങ്ങനെ പിമ്പിൾസൊന്നും അധികം വരാറില്ല, ഡ്രൈനെസ് വരാറില്ല. അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പാണ് എൻ്റെ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വിൻ്ററിൽ നല്ല രീതിയിൽ എനിക്ക് ഡ്രൈനെസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊതുവെ എനിക്ക് വരാറില്ല, പക്ഷെ കഴിഞ്ഞ വിൻ്ററിൽ നല്ല രീതിയിൽ ഡ്രൈനെസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് ഒന്നും തന്നെ റിസൾട്ട് കണ്ടില്ല. ഇത് കൂടി വരാൻ തുടങ്ങി ഡ്രൈനെസ്. ശരിക്കും ചില ടൈമിലൊക്കെ ഫേസൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു നീറ്റിൽ പോലെ അങ്ങനെ ഒരു ഫീലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി വിച്ച് ഈസ് എ ബെസ്റ്റ് മോയ്സ്ചറൈസറിന്. അങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ കുറച്ച് മോയ്സ്ചറൈസറിൻ്റെ നെയിംസ് വന്ന് അതിൽ നിന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒരു റിവ്യൂവും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അങ്ങനെ അധികം കെമിക്കൽസ് ഒന്നും കുറവുള്ള രീതിയിലുള്ളത് ഞാനൊന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരെണ്ണം എടുത്ത്. അങ്ങനെ സെലക്ട് ചെയ്തൊരു മോയ്സ്ചറൈസർ അതെനിക്ക് നല്ലൊരു റിസൾട്ട് തന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 ഡേയ്സ്, ഒരു 4 തന്നെ എനിക്ക് ഡ്രൈനെസ് കുറയാൻ തുടങ്ങി. കുറയാൻ മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ മാറാൻ തുടങ്ങി ഡ്രൈനെസ്. അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലേ, അപ്പോൾ എനിക്കത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. അങ്ങനെ ഡ്രൈനെസ് വന്നിട്ട് മാറാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഞാനതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആ ഒരു മോയ്സ്ചറൈസർ ഏതാണെന്ന് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അത് വാങ്ങിച്ചാൽ മതി. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ആ ഒരു പല ടൈപ്പ് ഓഫ് സ്കിന്നാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിന്നാണ്. സോ അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ സ്കിൻ ടൈപ്പും എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ലേ, ഉറപ്പായിട്ടും പറയണതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് ആ മോയ്സ്ചറൈസർ, ബോറോ പ്ലസ് മോയ്സ്ചറൈസിങ് ക്രീം. ഇതിൽ ഇവർ പറഞ്ഞേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ക്രീമാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലും ഫ്രഷ് സ്മെല്ലും, അതുമാത്രമല്ല ലൈറ്റ് വെയ്റ്റ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളതോ ഭയങ്കര തിക്കായിട്ടുള്ളതോ അങ്ങനത്തെ വളരെ സോഫ്റ്റായിട്ടും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത്, നല്ല ഫ്രഷ് സ്മെല്ലാണ് ഇതിൻ്റെ. അങ്ങനെ നമുക്ക് തലവേദന എടുപ്പിക്കുന്ന ഒരു സ്മെല്ലൊന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ കാണുന്നുണ്ടോ നിങ്ങൾ? വളരെ ലൈറ്റായിട്ടുള്ള, ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. വളരെ ലൈറ്റാണ്, നല്ല ഫ്രഷ് സ്മെല്ലാണ്, നല്ല ഫ്രഷ് സ്മെല്ലാണ്. ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഫ്രൂട്ട് വാട്ടറും വൈറ്റമിൻ ഇ അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഫ്രൂട്ട് വാട്ടറിൻ്റെ ഒരു ഫ്രഷ്നെസ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ സ്മെല്ലിൽ നിന്ന് അറിയാം, നല്ല സ്മെല്ലാണ്. പിന്നെ നമ്മളെല്ലാവരും ഈ ഒരു ഗൂഗിൾ ചെയ്ത് നോക്കി റിവ്യൂ ചെയ്ത് നോക്കി തന്നെയാണ് നമ്മളെല്ലാ പ്രൊഡക്ട്സും വാങ്ങിക്കുന്നത്. നമുക്ക് ആർക്കും ഒരിക്കലും ഇത് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ പോയിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് വാങ്ങിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. നമ്മൾ ഈ റിവ്യൂസ് കണ്ടും ഗൂഗിൾ റിവ്യൂസും കണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്താണ്. ഇവരെ പറയണത് ഹാമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയണത്, ഇവർ ഇൻഗ്രീഡിയൻസിൽ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും വാങ്ങിച്ചിട്ട് ഇത് യൂസ് ആക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫേസിൽ ഫുള്ള്. നല്ല ഒരു സ്കിന്ന് നല്ലൊരു ഗ്ലോ, ഒരു സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ നമുക്ക് തോന്നും. സാധാരണ ഞാൻ ഡെയിലി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ആളൊന്നല്ല. ഞാൻ പുറത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻ അല്ലാത്ത കാര്യത്തിനൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഒന്ന് ഐലൈനർ യൂസ് ചെയ്യുക, അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീട്ടിൽ അങ്ങനെ മോയ്സ്ചറൈസറോ വേറെ ക്രീംസോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല.
വേറെ ഒന്നല്ല, എനിക്ക് മടിയാണ് യൂസ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഒന്ന് കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നൈറ്റ് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ വളരെ നമുക്ക് അത്രയും അധികം റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. ഇവർ കെമിക്കൽ ഫ്രീ ആണെന്നും കൂടിയാണ് ഇവർ പറയണത്. കണ്ടില്ലേ, നല്ലൊരു ഗ്ലോയിങ് ഫീൽ, നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ഫീൽ കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഡ്രൈനെസ് മാറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പും നിങ്ങൾ ഇതിൻ്റെ റിവ്യൂവും ഇൻഗ്രീഡിയൻസും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്ക് യൂസ്ഫുള്ളായത് കൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇതിൻ്റെ നെയിം ബോറോ പ്ലസ് മോയ്സ്ചറൈസിങ് ക്രീം എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആമസോൺ എല്ലാത്തിലും അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ഡ്രൈനസ് ഉള്ളവർ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവരും കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓക്കെ ഗായ്സ്, ബൈ ബൈ.